തിരുവചനം തിരുവചനം. സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായി ഇന്നത്തെ ദിവസം ലോകമെമ്പാടുമുള്ള ദൈവമക്കളോട് ചേർന്ന് ക്രിസ്മസ് നൽകുന്ന സമാധാനവും സന്തോഷവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആദരപൂർവ്വം ക്രിസ്മസിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ മതങ്ങൾക്കും ഓരോരോ പ്രതീകങ്ങൾ അവർ കൊണ്ടു നടക്കാറുണ്ട്. നമുക്കറിയാം, ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും ചില പ്രതീകങ്ങളുണ്ട്. ഓണം എന്ന് പറഞ്ഞാൽ പൂക്കളം നമ്മുടെ മനസ്സിലേക്ക് വരും. ദീപാവലി എന്ന് പറഞ്ഞാൽ ദീപങ്ങൾ തെളിച്ചു വെച്ച ഓർമ്മ അതിൻ്റെ പ്രതീകമാണ്. അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് ചന്ദ്രക്കല അവരുടെ മതത്തിൻ്റെ പ്രതീകമാണ്. എങ്കിൽ ഞാൻ ചിന്തിക്കും, ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രതീകം എന്താണ്? അത് മറ്റൊന്നുമല്ല, നക്ഷത്രമാണ്. ക്രിസ്മസ് കാലമാകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന ചിന്ത ഒരു നക്ഷത്രം മേടിക്കണ്ടേ എന്നായിരിക്കാം. നവംബർ മാസം ആകുമ്പോൾ തന്നെ നക്ഷത്രങ്ങൾ കടകളിൽ തൂങ്ങിത്തുടങ്ങും. ഡിസംബർ മാസം 1-ാം തീയതി ആകുമ്പോൾ തന്നെ നക്ഷത്രങ്ങൾ വീടുകളിൽ കയറിയിരിക്കും. പള്ളികളിലൊക്കെ നവംബർ അവസാനത്തെ ആഴ്ച തന്നെ യുവജനങ്ങൾ ഒന്നിച്ചുകൂടി നക്ഷത്രം ഉണ്ടാക്കി അത് ഏറ്റവും വലിയ നക്ഷത്രം ഉണ്ടാക്കി വെക്കണം പള്ളിയുടെ മുറ്റത്ത് എന്ന ശാഠ്യത്തോടെ നക്ഷത്രം ഉണ്ടാക്കും. അതായത് നക്ഷത്രമാണ് ക്രിസ്മസിൻ്റെ പ്രതീകം. ഈ നക്ഷത്രം നമ്മുടെ മനസ്സിലേക്ക് നൽകുന്ന 3 ചിന്തകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ പോകുന്നത്. നക്ഷത്രത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്നാമത് മനസ്സിലുണ്ടാകുന്ന ചിന്ത, ഈ പിറന്നു വീഴുന്ന യേശു തന്നെയാണ് നക്ഷത്രം. വിശുദ്ധ നാടുകളിൽ പോയിട്ടുള്ളവർ, ഈശോ പിറന്ന ബെത്ലഹേമിൽ പോയിട്ടുള്ളവരുടെ മനസ്സിലേക്ക് ഞാൻ ഈ പറയുന്ന ചിത്രം പെട്ടെന്ന് വ്യക്തമാകും. അവിടെ യേശു പിറന്നു വീണ ബെത്ലഹേം ഇന്ന് ആ സ്ഥലത്തൊരു ദേവാലയമാണ്. ആ ദേവാലയത്തിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴാണ് കൃത്യമായി ഈശോ പിറന്ന സ്ഥലം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഒരു വലിയ നക്ഷത്രത്തിൻ്റെ അടയാളമാണ് കുറിച്ച് വച്ചിരിക്കുന്നത്. ഒരു വലിയ നക്ഷത്രത്തിൻ്റെ നടുക്കത്തെ കള്ളിയിൽ യേശു പിറന്ന സ്ഥലം കൃത്യമായി അവർ സൂചിപ്പിച്ച് വച്ചിരിക്കുന്നു. അതായത് യേശു ഒരു നക്ഷത്രമാണ്. അവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും തോന്നുന്ന ഒന്നാമത്തെ ചിന്ത അതാ, യേശു തന്നെയാണ് നക്ഷത്രം. നക്ഷത്രത്തിൻ്റെ ശോഭ എപ്പോഴാണ്? ഇരുട്ടിലാണ്. ഇരുട്ട് തിളങ്ങി നിൽക്കുന്ന നേരങ്ങളിൽ ഉദിക്കുന്ന നക്ഷത്രമാണ് നമ്മുടെ കണ്ണുകളെ ആകർഷിക്കുക. എങ്കിൽ ഈ ലോകത്തിലെ അന്ധകാരത്തെ ജീവിതത്തിൽ ദൈവം ഈ ഭൂമിക്ക് തന്ന നക്ഷത്രമാണ് യേശു ക്രിസ്തു എന്നതാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത. അതുകൊണ്ടാണ് വിശുദ്ധ വചനം നമ്മളെ ഓർപ്പിച്ചത്, ഇതാ സർവ്വലോകത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അതായത് ഈ പിറന്നു വീണ ക്രിസ്തുവാണ് രക്ഷയുടെ അടയാളം. അതായത് ഇരുട്ടിൽ ഉദിച്ച നക്ഷത്രമാണ് യേശു. ചുറ്റുവട്ടങ്ങളിലൊക്കെയുള്ള എല്ലാ തിന്മകളുടെയും ദുരന്തങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ അന്ധകാരത്തിൻ്റെ മധ്യത്തിലേക്ക് ദൈവം ഉദിച്ചുയർത്തി നിർത്തിയ നക്ഷത്രമാണ് യേശു ക്രിസ്തു. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് ദിവസത്തിൽ നമ്മളെല്ലാവരും മനസ്സിൽ പേറേണ്ട ചിന്തയതാണ്, എൻ്റെ ജീവിതത്തിൽ ഉദിക്കുന്ന രക്ഷയാണ് യേശു ക്രിസ്തു. അതായത് എനിക്ക് ഈ ക്രിസ്മസിൻ്റെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ യേശു രക്ഷയുടെ നക്ഷത്രമായി ഉദിക്കണം. അതായത് എനിക്ക് ചുറ്റുമുള്ള എല്ലാ അന്ധകാരത്തെയും, എനിക്ക് ചുറ്റുമുള്ള എല്ലാ തമസിനെയും മാറ്റിമറിക്കാനാവുന്ന വലിയ പ്രകാശത്തിൻ്റെ ഉദയമാണ് യേശു ക്രിസ്തു. യേശു എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ശക്തിയായി മാറും. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടങ്ങൾ ശ്രദ്ധിച്ചറിയാം, മനുഷ്യന് അടിസ്ഥാനപരമായി ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്ന തിന്മ എന്ന് പറയുന്നത് ഭയമാണ്. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നും,
ഈ കാലഘട്ടത്തിലെ ആളുകൾക്കെല്ലാം അകാരമായ ഭയമാണ്. ചിലർക്ക് നാളത്തെ ദിവസങ്ങളെക്കുറിച്ചുള്ള ഭയം, അതിന് വേണേൽ ഉത്കണ്ഠ എന്ന് പറയാം. ചിലർക്ക് ഇന്നലെ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഭയം, അതിന് വേണേൽ കുറ്റബോധം എന്ന് പറയാം. ചിലർക്ക് ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം, അത് വേണമെങ്കിൽ കുറേയും കൂടെയൊക്കെ അസ്വസ്ഥത എന്ന് പറഞ്ഞു വെക്കാം. അതായത് നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ഇന്നത്തെ സംഭവങ്ങളുടെ അസ്വസ്ഥതകളും കഴിഞ്ഞ കാലത്തെ കുറ്റബോധങ്ങളുമൊക്കെയായി ഒരു വല്ലാത്ത ഭയപ്പാടിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആളുകൾക്ക് എന്തൊക്കെയോ അസ്വസ്ഥത. ഈ ഭയമാണ് എല്ലാവരുടെ ജീവിതത്തിൽ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു ഉള്ളിൽ ജനിക്കുക എന്ന് പറഞ്ഞു വെച്ച അർത്ഥം ഉള്ളിലെ ഭയം മാറുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ ആദ്യത്തെ ചിന്ത ഓർത്തു വെക്കണം. യേശു പറയും ഭയപ്പെടേണ്ട. ഇത് സർവ്വലോകത്തിനും വേണ്ടിയുള്ള സന്തോഷ സദ്വാർത്ത. അത് സന്തോഷമുണ്ടാകണമെങ്കിൽ മനസ്സിൽ നിന്ന് ഭയം മാറണം. ഭയം എന്ന് പറയുന്നത് നമ്മൾ ചുറ്റുവട്ടങ്ങളിലെ വസ്തുക്കളേക്കുള്ള നോട്ടവും നമ്മളിലേക്കുള്ള തന്നെയുള്ള ആശയബോധമാണ്. മറിച്ച് ദൈവത്തിലേക്ക് മനസ്സുയർത്തുന്നതിന് ഭയമില്ല. എങ്കിൽ ഈ ദിവസം ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, പ്രിയപ്പെട്ടവരെ, യേശു എന്ന നക്ഷത്രത്തിലേക്ക് നോക്കി നിൻ്റെ ഉള്ളിലുള്ള ഭയത്തിൻ്റെ അന്ധകാരം നീ നീക്കണം. ഭയം മാറിയാൽ മാത്രമേ നിനക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ഇന്ന് പലർക്കും ഈ അകാരമായ ഭയം കാരണം സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഞാൻ ബൈബിളിൽ ഇതിന് ഉദാഹരണമായി നിങ്ങൾക്ക് പങ്കുവെച്ചിരുന്ന ഏറ്റവും മനോഹരമായ ബൈബിൾ ഭാഗം എന്ന് പറയുന്നത് സാമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ 1 സാമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ 17-ാമത്തെ അധ്യായമാണ്. നമുക്ക് സുപരിചിതമായ ഭാഗം. അതായത് ഗോലിയാത്ത് ദാവീദിൻ്റെ കഥ. ഫിലിസ്തരുടെ മല്ലനായ പടനായകൻ ഗോലിയാത്ത് ആ കുന്നിൻ്റെ മുകളിൽ നിന്നും വെല്ലുവിളിക്കുകയാണ്. ഇസ്രായേലിൽ ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോടാ, കയറി വാ, നിങ്ങൾ ആരെങ്കിലും വന്ന് യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ അടിമയായിത്തീരും. ഇത് കേട്ടപ്പോൾ എല്ലാവരും പേടിച്ചു പോയി. ചിലർ ഒളിഞ്ഞും പാത്തു നോക്കി. ഈ പറയുന്ന ആരാടാ നോക്കുന്നത്? വലിയ 7 അടിയിലധികം ഉയരത്തിൽ ഊർദ്ധവാഹുവായി ഒരു കൊടിമരം പോലെ നിൽക്കുന്നവൻ. അവൻ്റെ ഉയരം തന്നെ 7-8 അടിയുണ്ട്. അതായത് നമ്മളൊക്കെ ഇപ്പോൾ 6 അടിയാണെങ്കിൽ അതിനേക്കാളും ഉയരം മനസ്സിൽ കണ്ടു നോക്കണം. ഭയങ്കര വണ്ണം, ഒരു മലയുടെ ഗോപുരം പോലെ, ഒരു ഗിരിശൃംഗം പോലെ നിൽക്കുക. അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന കുന്തത്തിൻ്റെ മുനയ്ക്ക് തന്നെ ഏതാണ്ട് 10 കിലോയോളം തൂക്കമുണ്ടായിരുന്നു അയാൾ പറഞ്ഞു വെക്കുന്നത്. അവൻ്റെ ഒച്ചയും ബഹളവും ആൾക്കാർ ഒളിഞ്ഞു നോക്കി. എല്ലാവർക്കും പേടിയായി. ഇവനോട് യുദ്ധം ചെയ്യാനല്ല, ഇവൻ അടുത്തേക്ക് വന്ന് നിന്നാൽ പോലും നമ്മൾ പേടിച്ചു കുറച്ചു പോകും. ചിലപ്പോൾ ഇവൻ നമ്മുടെ മേത്തേക്ക് വീണാൽ നമ്മൾ ചളങ്ങിപ്പോവും. അതുകൊണ്ട് എല്ലാവരും മാളത്തിൽ പേടിച്ചോറിച്ചു. ആർക്ക് ധൈര്യമില്ല യുദ്ധത്തിന് പോകാൻ. എല്ലാ ദിവസവും വെല്ലുവിളിക്കും, ഇസ്രായേലിലെ ചുണക്കുട്ടികൾ കയറി വാടാ, കയറി വാടാ. ആ നേരത്താണ് ചേട്ടന്മാർക്ക് ഭക്ഷണവുമായി പോകുന്ന ദാവീദ് എന്ന പയ്യൻ. ഇവൻ പടക്കളത്ത് ചെല്ലുമ്പോൾ ഈ വലിയ മല്ലൻ്റെ, ഈ യുദ്ധവീരൻ്റെ വെല്ലുവിളി കേട്ട് അവൻ ചേട്ടന്മാർ ചോദിച്ചു, ചേട്ടാ എന്നതാ അവൻ പറയുന്നത്? ചേട്ടൻ പറഞ്ഞടാ, നീ അതൊന്നും കാണാനും കേൾക്കാൻ നിൽക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ പോക്കോ, ഭക്ഷണം കൊടുത്തു വന്നിട്ട്. ചേട്ടാ അവനെ അങ്ങനെ വെറുതെ വിടാവോ? നമുക്ക് ഇസ്രായേലിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇല്ലേ, നീ ഇങ്ങനെ കൊച്ചു വർത്താനൊന്നും പറയണ്ട, നീ വീട്ടിൽ പോടാ. പക്ഷെ അവൻ പറഞ്ഞു ഇവനെ തോൽപ്പിക്കണം, എങ്ങനെ തോൽപ്പിക്കണം? പക്ഷേ ഈ 14 വയസ്സ് പോലും ഇല്ലാത്ത ഒരു 40-30 കിലോയുള്ള തൂക്കമുള്ള ഈ പയ്യൻ എങ്ങനെ തോൽപ്പിക്കാനാ? അവൻ പറഞ്ഞു വെച്ചു, ഇസ്രായേലിൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്, കർത്താവിൻ്റെ ശക്തി എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ അവനെ തോൽപ്പിക്കും. മറ്റുള്ളവരൊക്കെ അവൻ്റെ ആകാരവടിവും അവൻ്റെ ആയുധങ്ങളും അവൻ്റെ ആക്രോശവും അവൻ്റെ സ്വരവും കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ ദാവീദ് എന്ന പയ്യൻ ഉള്ളിൽ കണ്ടത് ആരെയാണ്? അവൻ്റെ കർത്താവിനെ കണ്ടു. ഉള്ളിൽ കേട്ടത് ആരെയാണ്? കർത്താവിൻ്റെ സ്വരം. അവൻ അനുഭവപ്പെട്ടത് ആരെയാണ്? കർത്താവിൻ്റെ സാന്നിധ്യം. ഇതാ വ്യത്യാസം. പുറമെയുള്ള വസ്തുക്കളിലേക്ക് നോക്കുന്നവർക്ക് എന്നും ഭയം കൂടിക്കൊണ്ടിരിക്കും. അവരത് ചെയ്യുമോ, ഇവരിത് ചെയ്യുമോ, എന്നെ ഇങ്ങനെ തോൽപ്പിക്കുമോ, അങ്ങനെയാക്കുമോ, ഈ ഭയങ്കര ആകുലത വർദ്ധിച്ചുകൊണ്ടിരിക്കും. മറിച്ച് ഉള്ളിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിന് ഭയമില്ല. പ്രിയപ്പെട്ടവരെ, ഈ പയ്യൻ എന്താ ചെയ്തു വെച്ചത്? ഈ പയ്യൻ വെല്ലുവിളിച്ചു, നിന്നെ ഇന്ന് ഞാൻ തോൽപ്പിക്കും.
നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. ഗോലിയാത്ത് പൊട്ടിപ്പൊട്ടി ചിരിച്ചു. അവൻ ചോദിച്ചു, എടാ, ആടുമാടുകളെ മേയ്ക്കാൻ പോകുമ്പോൾ ഒരു പട്ടിയോ ചെന്നായോ വരുമ്പോൾ വെറുതെ കല്ല് പെറുക്കി എറിയാനില്ലാതെ അത്ര പോലും ശേഷിയില്ലാത്ത നീയാണോടാ എന്നെ തോൽപ്പിക്കാൻ വരുന്നത്? അപ്പോൾ ദാവീദ് അവനോട് പറഞ്ഞ വചനങ്ങൾ ബൈബിളിൽ നിന്ന് വായിക്കണം പ്രിയപ്പെട്ടവരെ. ദാവീദ് പ്രതിവദിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. 1 സാമുവേൽ 17-45 വചനം. തുടർന്ന് പറയുകയാണ്, കർത്താവ് നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ വീഴ്ത്തും. അവൻ ഒരു സംശയമില്ല, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. അവൻ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഞാൻ നിന്നെ വീഴ്ത്തും, ഉറപ്പിച്ച് വീഴ്ത്തും. ഞാൻ കേൾക്കുമ്പോൾ ഓർക്കും, എത്രമാത്രം ഉൾബോധ്യമാണ് അവൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു ബോധ്യം നിറയുന്നവന് ഭയമില്ല പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും കർത്താവ് എൻ്റെ ഉള്ളിൽ നിറയുന്നുണ്ട്, കർത്താവിൻ്റെ അടുത്തുണ്ട്. ഈ ഒരു അവബോധം സൂക്ഷിക്കുന്നവന് ഭയമില്ല. അതുകൊണ്ടാണ് ഈ 1 കിണ്ടലോളം തൂക്കമുള്ള ഈ ഗോലിയാത്തെന്ന മല്ലൻ്റെ മുമ്പിൽ നിന്ന് 40 കിലോയോളം പോൽ തൂക്കമില്ലാത്ത അവൻ പറഞ്ഞു വെച്ചത്, ഞാൻ ഇന്ന് നിന്നെ തോൽപ്പിക്കും, ഇന്ന് ഞാൻ നിന്നെ കൊല്ലും. ഇവൻ ഈ വീരവാദം പറഞ്ഞപ്പോൾ, ഇവൻ ഈ യുദ്ധത്തിന് പോകാൻ ഭയങ്കര ആവേശം കാണിച്ചപ്പോൾ രാജാവ് പോലും പറഞ്ഞു, എന്നാ അങ്ങ് പോട്ടെ. അവരെന്ത് ചെയ്തു വെച്ചു? യുദ്ധത്തിന് പോകാൻ വേണ്ടി അവനെ മേക്കപ്പ് ചെയ്തു. യുദ്ധത്തിന് പോകേണ്ട മുറയുണ്ട്. പോർച്ചട്ടി അണിയിപ്പിച്ചു, അതിൻ്റെ ആയുധങ്ങൾ ധരിപ്പിച്ചു, തലയെ വലിയ തൊപ്പി വെച്ചു, എല്ലാം ഒരുക്കി. അതായത് വാള് കൊണ്ട് വെട്ടിയാൽ മുറിയാതിരിക്കാൻ തലയിൽ ഹെൽമറ്റ് പോലെ തൊപ്പി, കുന്തം കൊണ്ട് കുത്തിയാലും വാള് കൊണ്ട് വെട്ടിയാലും മുറിയാതിരിക്കാൻ നെഞ്ചിൽ പോർച്ചട്ട, കൈക്കും കാലിനും മുറിവുണ്ടായിരിക്കാൻ വേണ്ടി അവിടെ ഇരുമ്പ് പാളുകൾ വെച്ച് കെട്ടി, കയ്യിൽ മുഴുത്തൊരു വാളും കൊടുത്തു, ഒരു പരിചയം കൊടുത്തു. യുദ്ധത്തിന് പോക്കോടാ, യുദ്ധത്തിന് പോകുന്ന മുറ ഇതാണ്. പക്ഷേ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നടക്കാൻ പോലും പറ്റാതെ ഈ കൊച്ചു തലകറക്കി താഴെ വീണു. അവൻ നടക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ്റെ മേത്ത് വെച്ച് കെട്ടിയ മേക്കപ്പുകൾ അവനേക്കാൾ കനമുള്ളതായിരുന്നു. തൻ്റെ തൂക്കത്തേക്കാൾ കൂടുതൽ ആഭരണങ്ങൾ, അടയാഭരണങ്ങൾ. അവൻ പറഞ്ഞ് പറ്റിയല്ല, ഇതൊന്ന് ഊരി മാറ്റാമെന്ന് ചോദിച്ചു. അതായത് അവർ ഊരി മാറ്റി. അവൻ പറഞ്ഞു, പുറമേ വെച്ച് കെട്ടുന്നതല്ല, ഉള്ളിലെ ധൈര്യമാണ് ധൈര്യം. പുറമേയുള്ള ആയുധങ്ങളല്ല ധൈര്യം, പുറമേയുള്ള മതിലുകളല്ല ധൈര്യം. പ്രിയപ്പെട്ട, ചിലപ്പോൾ ഞാൻ ഓർക്കും, ഇന്ന് ആളുകൾക്ക് പുറമേ ഉള്ളതിലാ ബലം. വലിയ വീട് വെച്ചു, മതിൽ വെച്ചു, പൂട്ട് വെച്ചു, ഗേറ്റ് വെച്ചു, സെക്യൂരിറ്റി വെച്ചു, എന്നിട്ട് ഉള്ളിൽ കിടന്ന് പഠിക്കുക. ഭയങ്കര പേടി. അതിന് ഉള്ളിൽ ധൈര്യമില്ല. ഉള്ളിൽ നിൽക്കുന്ന ദൈവശക്തി അനുഭവിച്ചാലേ പ്രിയപ്പെട്ട ഭയം മാറുകയുള്ളൂ. പുറമേ എത്രമാത്രം വേലിക്കെട്ടുകൾ വെച്ചാലും 1000 പട്ടാളക്കാർ ചുറ്റും നിർത്തിയാലും അവൻ കിടുകിടാ വരയ്ക്കും. ഉള്ളിൽ ദൈവബോധമില്ലാത്തവൻ. ഉള്ളിൽ ദൈവബോധമുള്ളവനോ വേറെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് ദാവീദ് എന്ന പയ്യൻ പറഞ്ഞ്, ഇതൊക്കെ ഊരി മാറ്റ്, എന്നെ ഫ്രീ ആക്കി വിട്, ഞാൻ പൊക്കോളാം. അവരവൻ്റെ വേഷഭൂഷാതിൽ അഴിച്ചു മാറ്റി അവനെ ഫ്രീ ആക്കി വിട്ടു. അവൻ തനിച്ചു പോയി. അവൻ ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ തൻ്റെ ആട്ടിൻ പറ്റത്തൊരു കുഞ്ഞാടിനെ ചെന്നായി ആക്രമിക്കാൻ വന്നാലും, ഈ കുറുക്കൻ ആക്രമിക്കാൻ വന്നാൽ അതിനെ കല്ല് പെറുക്കി എറിയാൻ വേണ്ടി സൂക്ഷിച്ച ഒരു 5-6 കല്ല് പെറുക്കിയെടുത്തു. ഒരു സഞ്ചിക്കകത്ത് 5-6 കല്ലും പെറുക്കിയിട്ടാണ് അവൻ പോകുന്നത്. പോകുമ്പോൾ അവൻ വിളിച്ച് പറഞ്ഞെന്താ? ഗോലിയാത്തിനെ പറഞ്ഞെന്താ? ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമറിയും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകമറിയും. കർത്താവ് വാളും കുന്തവും കൊണ്ടല്ല രക്ഷിക്കതെന്ന് ഈ ജനത മനസ്സിലാക്കും. ഈ യുദ്ധം കർത്താവിൻ്റേതാണ്, അവിടുന്ന് ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. അതായത് കർത്താവ് ഉണ്ട്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈ ലോകത്തിനത് മനസ്സാകുകയല്ല. പുറമേ കാണുന്നത് മാത്രം അവർ കാണുന്നത്, ഉള്ളിൽ വസിക്കുന്ന ദൈവം, ഈ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന ധൈര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല. പ്രിയപ്പെട്ടവരെ, ദാവീദ് എന്ന പയ്യൻ പോയി ഈ ഗോലിയാത്തിൻ്റെ നേരെ വെല്ലുവിളിച്ചു. നിന്നെ ഇന്ന് ഞാൻ കൊല്ലുമെന്നാണ് പറയുന്നത്. കൊല്ലാൻ നോക്കുമെന്നല്ല, ഞാൻ നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല, ഇന്ന് നിന്നെ ഞാൻ കൊല്ലും. ഇത് കേട്ട് പൊട്ടിച്ചിരിച്ച് കൊടുങ്കാറ്റ് വരുന്ന പോലെ ഗോലിയാത്ത് ഇങ്ങനെ പാഞ്ഞു വന്നപ്പോൾ അവൻ ഒറ്റ കല്ലെടുത്ത് എഴുതി വിട്ടതേ ഉള്ളൂ.
ആ കല്ല് എന്ന് നെറ്റിയിൽ അവൻ വീണു കഴിഞ്ഞപ്പം ഈ ദാവീദെന്ന പയ്യൻ്റെ വാളില്ല, പിച്ചാത്തിയില്ല, ഒന്നുമില്ല. അവൻ ഓടിച്ചെന്ന് ഈ ഗോലിയാത്തിൻ്റെ അരയിൽ വെച്ചിരുന്ന വാളെടുത്ത് തല കൊയ്തെടുത്തു. ആ തലയും പൊക്കിപ്പിടിച്ച അവൻ പുറത്തേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, ഈ പയ്യൻ്റെ വാള് പോലുമില്ല, പരിചയ പോലുമില്ല, അവൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല. പക്ഷെ അവൻ എങ്ങനെയാണ് ഈ മല്ലനെ തോൽപ്പിച്ചത്? അവൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, അവിടുന്ന് എൻ്റെ ബലമാണ്. ഈ ചിന്തയുള്ളവനാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന മുഴുവൻ മനുഷ്യരോട് ഞാൻ പങ്കുവയ്ക്കും, നിങ്ങൾ ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ ഈ പുൽക്കൂട് കാണുമ്പോൾ, ഉണ്ണീശോയെ കാണുമ്പോൾ, നിങ്ങൾ മനസ്സിൽ ആ ഉണ്ണീശോയെ ഉള്ളിലേക്ക് കയറ്റി വെക്കണം. ശക്തനായവൻ എൻ്റെ ഉള്ളിലുണ്ട്, ശക്തനായവൻ എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു ബോധ്യം നിറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഭയം മാറും. പരിശുദ്ധ മറിയം തൻ്റെ സ്തോത്രഗീതത്തിൽ ചില വാചകം ഓർത്ത് വെക്കണം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്, അവിടുന്ന് എന്നെ സംരക്ഷിക്കുന്നുണ്ട്, അവിടുന്ന് എന്നെ നയിക്കുന്നുണ്ട്. ഈ ബോധ്യം ഉള്ളിൽ നിറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഭയം മാറും. ഭയം മാറിയാൽ മാത്രമേ സന്തോഷമുള്ളൂ. അകാരണമായ ഭയം, ചില വസ്തുക്കളെ ഭയം, ചില വ്യക്തികളെ ഭയം, ചില സംഭവങ്ങളെ ഭയം, ആളുകൾ എത്രമാത്രം ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടു പോകുന്നത് കാണും. ധ്യാന സെൻ്ററുകളിലൊക്കെ ഓടിക്കൊടുന്നതിലും മഹാഭൂരിപക്ഷം ആളുകളുടെ പ്രശ്നം ഈ വേണ്ടാത്ത കുറ്റബോധവും, ഈ അസ്വസ്ഥതയും, ഈ ടെൻഷനോ, ഈ ഉത്കണ്ഠയോ, നാളെക്കുറിച്ച് എങ്ങനെയാവും. ഈ ഗോലിയാത്തിന് മുമ്പിൽ നിന്ന് ദാവീദ് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഇവനെ എങ്ങനെ കൊല്ലുമെന്ന്. കാരണം തൻ്റെ ഉള്ളിൽ നിൽക്കുന്ന കർത്താവ് അതിൻ്റെ വഴിയൊക്കെ ഒരുക്കിത്തരും. ഈ ദാവീദ് ഗോലിയാത്തിന് മുമ്പിൽ നിന്ന് ഒരിക്കലും വിറച്ചില്ല. പക്ഷെ അവന് നല്ല ഉറപ്പാണ്, എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ദൈവം എനിക്ക് ശക്തി തരുമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ വലിയ കടബാധ്യതകൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടാകാം. ഈ രോഗം മൂർച്ഛിച്ച് വന്ന് മാരകമാകുമെന്ന് നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകാം. ഇത് വളരെ സീരിയസ് ആണെന്നും ഡോക്ടർ പറഞ്ഞിട്ടാകാം. ഇത് കേൾക്കുമ്പോൾ നിനക്ക് ഉൾഭയം ഉണ്ടാകാം. പക്ഷെ നീ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൂടാ? നിൻ്റെ ഉള്ളിലെ ദൈവം അറിയാതെ എന്താ സംഭവിക്കുക? നിൻ്റെ ഉള്ളിലെ ശക്തനായവൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യല്ലേ? ഈ രോഗാണുക്കൾ നശിപ്പിക്കാൻ ദൈവത്തിന് പറ്റുകയല്ലേ? ഈ ഡോക്ടറുടെ കരങ്ങളിലൂടെ നിനക്ക് പൂർണ്ണ സൗഖ്യത്തിന് ദൈവത്തിന് പറ്റുകയല്ലേ? പറ്റും. നിൻ്റെ ഉള്ളിൽ ശക്തനായവനുണ്ട്, നിൻ്റെ കൂടെയുള്ളവൻ ശക്തനായവനാണ്. ഈ ഒരു വിശ്വാസവും ഈ ബോധ്യമാണ് പ്രിയപ്പെട്ട സൂക്ഷിക്കേണ്ടത്. എൻ്റെ മനസ്സിൻ്റെ ഫ്രെയിം വർക്കുകളിൽ ശക്തനായ ദൈവത്തിൻ്റെ ഒരു ബോധ്യമാണ് ഞാൻ സൂക്ഷിക്കുന്നത്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ കയറിയിരിക്കുന്ന, നമ്മുടെ മനസ്സിൽ ഉറച്ചു വച്ചിരിക്കുന്ന കുറേ ചിന്തകൾ മാറ്റിവെക്കണം. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ബലഹീനരാണ്, അതുകൊണ്ട് നമ്മളെന്നും തോറ്റുപോകും, മാത്രമല്ല ചുറ്റുമുള്ള ആളുകളൊക്കെ നമ്മളെ തോൽപ്പിക്കുമെന്നാണ്. അല്ല, എൻ്റെ കൂടെയുള്ളവൻ എല്ലാം ചെയ്യാൻ ശക്തനാണെന്ന് വിശ്വസിക്കണം. ഒരിക്കൽ ഞാനൊരു യാത്രാമധ്യം എൻ്റെ പെങ്ങളുടെ വീട്ടിൽ ചെന്നു. ഒരു വൈകുന്നേരം ഒരു 6 മണി സമയത്ത് എവിടെയോ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ചുമ്മാ ഒന്ന് കയറി വെച്ച് പോയേക്കാം. എൻ്റെ കസിനായ എൻ്റെ പെങ്ങളുടെ വീട്ടിലും ചെന്നപ്പോൾ വൈകുന്നേരം പെങ്ങളുടെ മോള് +2 പഠിക്കുന്ന കൊച്ച്, അവൾ സ്കൂൾ വിട്ട് വന്നിട്ട് മുറ്റത്ത് നട്ടിരിക്കുന്ന കുറേ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാം. നല്ല സ്മാർട്ടായി മിടുക്കത്തിയായ പെങ്കൊച്ച് സ്കൂളിൽ വിട്ട് വന്നപ്പം സാധാരണ നേറ്റിയിടുന്ന സാധാരണ ചുരിദാറൊക്കെ ഇട്ട് അവളെന്തോ പണിയെടുത്തോണ്ടിരിക്കാം. ഞാൻ അവിടെ ചെന്ന് കാപ്പിയെ കുറിച്ച് തിരിച്ചു പറയാൻ നേരത്ത് മുറ്റത്ത് നിൽക്കുന്ന ഈ കൊച്ചിനോട് ഞാൻ തമാശയ്ക്ക് ചോദിച്ചു, നീ പോരുന്നോടിയെന്ന് ചോദിച്ചു. എൻ്റെ കൂട്ടത്തിലും അവളെന്നോട് ചോദിച്ചു, അങ്കിൾ സീരിയസ് ആയി വിളിച്ചാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അവളെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നീ പോരടിയെന്ന് പറഞ്ഞു. അന്നേരം അവൾ പറഞ്ഞു, എന്നാൽ ഞാൻ പോരുവാന്ന് പറഞ്ഞു. അവൾ പോരാൻ വേണ്ടി വിളിച്ചതല്ല, അവൾ എൻ്റെ കൂടെ പോരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുമില്ല. പെട്ടെന്ന് അവൾ പോരാന്ന് പറഞ്ഞപ്പം ഞാൻ ചമ്മിപ്പോയി. ഞാൻ ചിന്തിച്ചു, ഇവിടെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, വാക്ക് മാറാൻ പറ്റിയല്ലോ. അപ്പം ഞാനിങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചു, എടി നീ എൻ്റെ അടുത്ത് പോരുവാണോടി? അത് ഞാൻ പോരുവാന്ന് പറയും. അപ്പം ഇവളെ ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു തട്ടിപ്പ് എന്നല്ലേ പ്രയോഗിച്ചു, നീ പോരുവാണെങ്കിൽ ഇപ്പം ഇതേ ഡ്രസ്സിൽ എൻ്റെ അടുത്ത് പോരാ, എനിക്ക് പെട്ടെന്ന് പോകണം, നീ ഡ്രസ്സൊന്നും മാറാനും മേക്കപ്പ് ചെയ്യാനും നേരമൊന്നുമില്ല, ഇപ്പം ഇതേ കൂടി എൻ്റെ അടുത്ത് പോകണമെന്ന് പറയും. അതായത്
ഞാൻ ചിന്തിച്ചു, ഈ മുഷിഞ്ഞ ഡ്രസ്സിൽ തല പോലെ ചെയ്യാതെ മുഖമൊന്ന് കഴുകാതെ ഇവിടെ എൻ്റെ അടുത്ത് പെൺകുട്ടിയല്ലേ, ഇവിടെ എൻ്റെ അടുത്ത് വരികയല്ല, ഇവിടെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. പക്ഷെ അന്നേരെ അവൾ നനച്ചുകൊണ്ടിരുന്ന ഓസ് പൈപ്പ് അവിടെ ഇട്ട് കൈയൊന്ന് തുടച്ച്, ആ ചുരിദാറിൻ്റെ മുമ്പ് കൈ തുടച്ച് അവൾ ഓടി വന്ന് എൻ്റെ കാറെ കയറി. ഞാൻ പോരുവാന്ന് പറഞ്ഞു. അപ്പോൾ പെങ്ങൾ ചോദിച്ചു, എന്നാ മണ്ടത്തിലാടി കാണിക്കുന്നത്, ഈ മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടാണ് പോകുന്നത്, ഇങ്ങനെയാണ്ട് നീ പോകുന്നത്, നാണക്കടലടി, അങ്കിളിൻ്റെ അടുത്ത് പോകുമ്പോൾ വൃത്തികേടില്ലടി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊരു ചമ്മലില്ല മമ്മി, കാരണം ഞാൻ ആരോടെയാണ് പോകുന്നത്, അങ്കിളിൻ്റെ കൂടെയാണ് പോകുന്നത്. ഞാനിങ്ങനെ മോശം ഡ്രസ്സിലൊക്കെ പോയാൽ അങ്കിളിന് നാണക്കേടാവും തോന്നാൽ അങ്കിൾ ഏതെങ്കിലും കടയിൽ നിർത്തി എനിക്ക് നല്ല ചുരിദാർ വാങ്ങിച്ചു തരും. അങ്കിൾ എവിടെയെങ്കിലും കയറ്റി ഹോട്ടലിൽ കയറുമ്പോൾ എനിക്ക് മുഖം കഴുകാൻ സ്ഥലം ഉണ്ടായതും അങ്കിളിന് എന്നോട് ശ്രദ്ധയുണ്ട് മമ്മി, അങ്കിളിന് എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്കിൾ എന്നെ നോക്കിക്കോളും, മമ്മി ടെൻഷൻ പിടിക്കേണ്ടത്. ഞാനത് പിന്നീട് ഓർക്കാറുണ്ട്. ഇവൾ പറഞ്ഞതെന്താ, അങ്കിളിന് എന്നെ ഇഷ്ടമാണ്, അങ്കിൾ എൻ്റെ കാര്യം ശ്രദ്ധിച്ചോളും, പിന്നെന്താ ഞാൻ ടെൻഷൻ പിടിക്കുന്നത്. പ്രിയപ്പെട്ടെ, നമ്മളൊക്കെ എന്നും കൊണ്ടുനടക്കണം, നമ്മൾ കൂടെ നമ്മുടെ ദൈവത്തിന് നമ്മോട് ശ്രദ്ധയുണ്ട്, നമ്മുടെ ദൈവത്തിന് നമ്മോട് താല്പര്യമുണ്ട്, ആ ദൈവം നമ്മുടെ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അകാരണമായ ഭയം, അകാരണമായ ടെൻഷൻ, അകാരണമായ അസ്വസ്ഥതകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റണം. അതാണ് സന്തോഷം തുടങ്ങാനുള്ള ഒന്നാമത്തെ വാതിൽ. യേശു ക്രിസ്തു എൻ്റെ ഉള്ളിൽ പിറക്കുകയാണ്. എൻ്റെ ഉള്ളിലെ ഭയത്തിൻ്റെ ഇരുട്ട്, എൻ്റെ ഉള്ളിലെ സംശയത്തിൻ്റെ ഇരുട്ട്, എൻ്റെ ഉള്ളിലെ അരക്ഷിതാവസ്ഥയുടെ ഇരുട്ട്, എൻ്റെ ഉള്ളിലെ ആകുലതയുടെ ഇരുട്ട്, ഇതൊക്കെ മാറിയും യേശുവിലുള്ള വിശ്വാസം കൊണ്ടെടുക്കണം. ആ വിശ്വാസം മനസ്സിൻ്റെ ഒരു ബോധ്യമായി മാറണം. പ്രിയപ്പെട്ടെ, വെറുതെ ഒരു പ്രസംഗമോ വെറുതെ ഒരു ചിന്തയല്ല, മനസ്സിൻ്റെ ബോധ്യം. മനസ്സിൽ എന്ത് ബോധ്യമായി നിൽക്കുന്നോ അതാണ് നമ്മളെ നയിക്കുന്നത്. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പാമ്പ് വന്ന് കയറി, ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പാമ്പ് വന്ന് എല്ലാവരും ചാടി ഓടി ബഹളം വെച്ചു. കാരണം പാമ്പിനെ പേടിയാണ് നമുക്ക്, പാമ്പ് കടിക്കുന്നൊരു പേടി, പാമ്പ് ആക്രമിക്കുന്നൊരു പേടി. നമ്മുടെ തലയിൽ എവിടെയോ കയറി നിൽക്കുന്നതാണത് ചിന്ത. പാമ്പ് കടിക്കും, പാമ്പിന് വിഷമുണ്ട്, ചത്തുപോകും. നമ്മുടെ അനുഭവമൊന്നുമല്ല, നമ്മളെ ആരും പാമ്പ് കടിച്ചിട്ടോ ചത്തിട്ടൊന്നുമല്ല. പക്ഷെ അങ്ങനെ ഒരു ചിന്ത തലയിൽ കിടപ്പുണ്ട്, പാമ്പ് കടിക്കും, വിഷമാകും, നമ്മൾ മരിക്കും. അത് തലയിലൊരു ചിന്തയാണ്. ഞാനിങ്ങനെ തമാശയ്ക്ക് മറുവശം ചിന്തിക്കുക പ്രിയപ്പെട്ടെ, കുറേ ചൈനക്കാർ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് നടക്കാക്ക, അപ്പോഴാണ് ഒരു പാമ്പ് കയറി വരുന്നെങ്കിലോ അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. അല്ലെ, ഏറ്റവും മിടുക്കൻ അന്നേരെ പാമ്പിനെ ചാടിപ്പിടിക്കും. കാരണം നമ്മൾ പാടത്തു നിന്നൊക്കെ നല്ല അയക്കൂറയും ആവോലിയും കിട്ടുന്ന പോലെ ആയിരിക്കും പിടിച്ചോണ്ട് പോകുന്നതിന്. അവൻ ആ പാമ്പിനെ പേടിക്കുന്ന സാധനമല്ല, അവൻ്റെ തലയിൽ പാമ്പ് വന്ന അപ്പോഴേ ഏറ്റവും രുചികരമായ മീനെ കെട്ടിയാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ അന്നേരം ചാടി പിടിച്ച് അതിൻ്റെ തൊലി പൊളിച്ചുകൊണ്ടേ വറക്കും. അതായത് നമ്മൾ ഇന്ത്യക്കാർ പാമ്പിനെ കാണുമ്പോൾ പേടിക്കുന്നു, തൊട്ടപ്പുറത്തെ ചൈനക്കാർ പാമ്പിനെ കണ്ട കൊതിയോടെ എന്നെ പിടിക്കുന്നു. രണ്ടും ഒരേ പാമ്പ് തന്നെയാണ്. എന്താ സംഭവിച്ചത്? നമ്മുടെ മനസ്സിൻ്റെ ചിന്താധാരകളാണ് മാറേണ്ടത്. രാജ്യം മാറിക്കഴിയുമ്പോൾ ചിന്താധാര മാറി. ഇതുപോലെയാണ് പ്രിയപ്പെട്ടെ, നമ്മുടെ മനസ്സിലെ ഭയത്തിൻ്റെ ഫ്രെയിം വർക്കേ മാറ്റണം. നമ്മുടെ മലയാളികളുടെ മനസ്സിലുണ്ടായ അകാരണമായ ഭയം, എല്ലാത്തിനെയും പേടി, എല്ലാവരെയും പേടി, സകലരെയും പേടി, വീടൊക്കെ വെച്ചാൽ ഏറ്റവും അത് മതിൽ കെട്ടുന്നു പേടിയാണ് നമുക്ക്. ഇതങ്ങ് മാറ്റിയിട്ട് മറിച്ച് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ഈ ഒരു വിശ്വാസവും ബോധ്യം സൂക്ഷിക്കാൻ വേണ്ടിയാണ് വാതിലും കുറ്റിയും കൊടുത്തുമില്ലാത്ത കൂടാരങ്ങളിൽ ഇസ്രായേലിനത്തെ ദൈവം 40 വർഷം കിടത്തിയത്. മരുഭൂമിക്കൂടെ കടന്നു പോയപ്പോൾ അവർ കൂടാരം പിടിച്ചു, അതിന് കുറ്റിയില്ല, കൊളുത്തില്ല, വാതിലില്ല, പൂട്ടില്ല. അവിടെ കിടന്നുറങ്ങണം. അതായത് ദൈവമാണ് നിൻ്റെ കാവൽക്കാരൻ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പല പ്രാവശ്യം ദൈവം എൻ്റെ സംരക്ഷകനും കാവൽക്കാരനാണെന്ന് അവർ കുറിച്ച് വെച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ട, മനസ്സിൽ യേശുവിലുള്ള വിശ്വാസം ശക്തമായി നിറയുമ്പോഴും ഭയത്തിൻ്റെ, ആകുലതയുടെ, ഉത്കണ്ഠയുടെ അന്ധകാരം മാറുമ്പോൾ അത് നിനക്ക് ക്രിസ്മസായി മാറും. എങ്കിൽ ഈ പിറക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശം നിൻ്റെ ഉള്ളിൽ നിറയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ. അതുകൊണ്ട് തന്നെ ദൈവശാസ്ത്രപരമായും ക്രിസ്മസ് ഭയം നീക്കിക്കളയുന്ന പ്രകാശമാണെന്ന് പറയുന്നത്. ഭയം നീക്കിക്കളയുന്ന പ്രകാശം ഉദിച്ചിരിക്കുന്നു. ആ പ്രകാശം നിൻ്റെ ഉള്ളിൽ വരുമ്പോൾ ജീവിതത്തിൽ മുഴുവൻ സന്തോഷമേ വരും. ആ ഒരു സന്തോഷത്തിലേക്ക്, ആ ഒരു ആശ്വാസത്തിലേക്ക് മനസ്സുണരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എങ്കിൽ ക്രിസ്മസിന് പിറക്കുന്ന യേശു നിൻ്റെ ഉള്ളിൽ നക്ഷത്രമായി പിറക്കട്ടെ എന്ന ആശംസയാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുക.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ലോകത്തിൻ്റെ അന്ധകാരം നീക്കാൻ, പാപത്തിൻ്റെ അന്ധകാരം നീക്കാൻ പിറന്ന ദിവ്യരക്ഷകനായ യേശുവേ, നിൻ്റെ ആ ശോഭ എൻ്റെ ഹൃദയത്തിലേക്ക് നിറയട്ടെ. എൻ്റെ ഉള്ളിൽ ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ഭയം, ഉത്കണ്ഠ, ആകുലതകൾ, അസ്വസ്ഥതകൾ, ഈ അന്ധകാരം മുഴുവൻ മാറുന്ന ദൈവപ്രകാശം നിറയട്ടെ. ആ പ്രകാശത്തിൽ ഞാൻ സന്തോഷം അനുഭവിക്കട്ടെ. എൻ്റെ മനസ്സിലും എൻ്റെ ജീവിതത്തിലും ലോകം മുഴുവനിലും ഈ സന്തോഷം പ്രസരിപ്പിക്കാൻ എന്നെ ഇടയാക്കണമേ. കർത്താവെ, പ്രകാശമായി എന്നിൽ നിറയുന്ന ദൈവമേ, ഞാൻ സ്തുതിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.